ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മെഴുക്ക് വരട്ടിയായിട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിത് മെഴുക്ക് വരട്ടിയായിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടോ നമുക്ക് പറയാം. ഞാനിവിടെ ചെമ്മീനും പയറും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ മെഴുക്ക് വരട്ടിക്ക് ചെറിയ ചെമ്മീനായിരിക്കും ഏറ്റവും നന്നാവുക. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനെല്ലാം ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പയറാണ്. ഞാനിവിടെ പയറെടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായി കഴുകി ചെറു കഷ്ണങ്ങളായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. വറ്റൽമുളക് നന്നായിട്ട് കഴുകിയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് വേണം. ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം അടുപ്പത്ത് ഒരു പാത്രം വയ്ക്കണം. പാത്രം ചൂടായാൽ ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായാൽ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും പിന്നെ ക്രഷ് ചെയ്ത് വെച്ച വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പച്ചപ്പയർ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോഴൊരു പകുതി വേവിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ചെമ്മീൻ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഈ സമയം നമ്മൾ വെള്ളം ആഡ് ചെയ്യണ്ട, കാരണം ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ലതുപോലെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണം, കാരണം മൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരികയാണ് ചെയ്യുക. ഞാനിവിടെ നല്ലതുപോലെ ഇത് ഇളക്കിയിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ടാട്ടോ ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ ഇതായിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു ഉപ്പേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.